ഹലോ വെൽക്കം ടു മൈ ചാനൽ. ചാപ്റ്റർ 2, അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിലെ ചാപ്റ്റർ 2 ആയിട്ടുള്ള കോമ്പോണൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പാഠമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മെയിൻലി നോക്കണത്, അല്ലാതെ എല്ലാം പഠിക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതും എക്സാമിന് എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ വീഡിയോയിൽ പറയാം. ഓൾറൈറ്റ്, തുടങ്ങാം. അപ്പോൾ ഈ കോമ്പോണൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് മെയിൻലി 2 കോമ്പോണൻറ്റ്സ് ആണ് ഉള്ളത്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. അപ്പോൾ ഹാർഡ്വെയർ എന്താണ്? ഫിസിക്കൽ, അതായത് നമ്മളിപ്പോൾ ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. നമുക്ക് ടച്ച് ചെയ്യാനും കാണാനും, ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ടച്ച് ചെയ്യാൻ പറ്റുന്നത്, വിസിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ കാണാനും ടച്ച് ചെയ്യാനും പറ്റുന്ന കമ്പ്യൂട്ടറിൻ്റെ പാർട്സിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുക. ഹാർഡായിരിക്കും, ടച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഹാർഡായിരിക്കും അല്ലേ. സോ ഹാർഡ്വെയർ എന്ന് കണക്ട് ചെയ്യാം. എക്സാമ്പിൾ എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ പല പാർട്സ് ഇല്ലേ, കാണാൻ പറ്റുകയും ടച്ച് ചെയ്യാൻ പറ്റുന്ന പല പാർട്സ് ഉണ്ട് അല്ലേ. കീബോർഡ്, മോണിറ്റർ, മൗസ്, CPU, ഇതെല്ലാനും ഹാർഡ്വെയറിൻ്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് വൺ നോക്കേണ്ടത് പ്രൊസസ്സേഴ്സിൻ്റെ വേറൊരു പേരാണ് CPU. CPUൻ്റെ ഫുൾ ഫോമാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇതിന് എന്തെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്? ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. ഇതെന്തിനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഫോർ ഓൾ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡെസിഷൻ മേക്കിംഗ് ഓപ്പറേഷൻസ്. കമ്പ്യൂട്ടറിലെ എല്ലാ കമ്പ്യൂട്ടിങ്ങും ഡെസിഷൻ മേക്കിങ്ങും അതേപോലെ ആൻഡ് കോർഡിനേറ്റ്സ് വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് CPU ആണ്. CPUൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇൻറ്റൽ കോർ i3, കോർ i5, കോർ i7, AMD ക്വാഡ് കോർ, ഇതെല്ലാം CPUൻ്റെ എക്സാമ്പിൾസ് ആണ്. CPUൻ്റെ പേരാണ് പ്രൊസസ്സർ. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് വൺ വേർഡ് പറഞ്ഞുതരാം. ഡാഷ് ആർ സ്റ്റോറേജ് ലൊക്കേഷൻസ് ഇൻസൈഡ് CPU. CPUൻ്റെ ഉള്ളിലുള്ള സ്റ്റോറേജ് ലൊക്കേഷൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. CPUൻ്റെ ഉള്ളിലുള്ള സ്റ്റോറേജ് ലൊക്കേഷനെയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയാം. എന്താണ്? രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കുക. രജിസ്റ്റേഴ്സ് ആർ ദ സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻസൈഡ് CPU. അതേപോലെ ടെമ്പററി സ്റ്റോറേജ് ആണിത്. ഓക്കെ, ഈ ഒരു പോയിന്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നോക്കിക്കോ, ഒന്നില്ലെങ്കിൽ ടെമ്പററി സ്റ്റോറേജ് എലമെൻറ്റ്സ് ഇൻസൈഡ് CPU എന്ന് ചോദിക്കും, അതിന് ആൻസർ രജിസ്റ്റർ ആണ്. അതല്ലെങ്കിൽ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് റാം എന്ന് ചോദിക്കും, അതിന് ആൻസർ ക്യാഷ് മെമ്മറിയാണ്. ഈ 2 വൺ വേർഡ്സിൽ ഒരെണ്ണം ഷുവറായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നോക്കാം, ഈ രജിസ്റ്റേഴ്സ് പല ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കാം. അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് CPU രജിസ്റ്റർ ഹോൾഡ്സ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രൊസസ്സർ? നോക്കിക്കേ, ഇവിടെ നോക്കാം. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ accumulator is a part of ALU. It is used to store data to perform arithmetic and logical operation എന്നാണ് അതിൽ. മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്താ? ഇറ്റ് സ്റ്റോർസ് അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ബഫർ രജിസ്റ്റർ എന്താ? ഇറ്റ് ഹോൾഡ്സ് ഡേറ്റ either to be returned to or read from memory by processor. അടുത്തത് നോക്കിയാൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ processors are stored. Program counter holds address of next instruction to be executed by the processor. കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ഈ ഒരു പോയിന്റ്, ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം കൗണ്ടർ എന്നുള്ള പോയിന്റ് നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, ഇവിടെ നോക്കാം. അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, ആൻസർ ഇസ് പ്രോഗ്രാം കൗണ്ടർ. ഇത് ഒരു ടൈപ്പ് ഓഫ് രജിസ്റ്റർ ആണ്. എല്ലാത്തിനെയും പറ്റി ജസ്റ്റ് ഒരു മെയിൻ പോയിന്റ് പഠിക്കാം. ഇനി നോക്കേണ്ടത് ലിസ്റ്റ് എനി 4 രജിസ്റ്റേഴ്സ് ഇൻസൈഡ് CPU. ആ 4, ഇപ്പോൾ ടോട്ടൽ 5 എണ്ണം ഉണ്ട് രജിസ്റ്റേഴ്സ്. ഇതിലേതെങ്കിലും 4 രജിസ്റ്റേഴ്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അക്യുമുലേറ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ. ഏതെങ്കിലും 4 എണ്ണത്തിൻ്റെ പേര് എഴുതാം. അടുത്തത് നോക്കാം, പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ ഡിവൈസസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യില്ലേ, കണക്ട് ചെയ്യുന്ന എന്ത് ഡിവൈസിനെയും പറയുന്നതാണ് പെരിഫറൽസ്. ഇനി പോർട്സ് എന്താണ്? പോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർട്സ് ഓൺ മദർ ബോർഡ് ആർ യൂസ്ഡ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസസ്. അതായത് പുറത്തുനിന്നുള്ള ഡിവൈസസ് കണക്ട് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവില്ലേ,
അതിനെയാണ് പോർട്ട് എന്ന് പറയുക. പുറത്തുനിന്ന് കണക്ട് ചെയ്യുന്ന ഡിവൈസസിനെ പറയുന്ന പേര് പെരിഫറൽസ്. കണക്ട് ചെയ്യാനുള്ള സ്ഥലങ്ങൾ, അവിടെയാണ് എന്ത് ഓരോന്നും കുത്തണത്, ഓരോന്നും കണക്ട് ചെയ്യുന്നത്, അതിനെ പറയുന്നതാണ് പോർട്സ്. ഇനി നോക്കട്ടെ, HDMIയുടെ ഫുൾ ഫോം പഠിക്കണം. എന്താണ്? ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. HDMIയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് 2020. അത് പഠിക്കണം. പിന്നെ നോക്കേണ്ടത് വേറൊരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ USB-യുടെ ഫുൾ ഫോം പഠിക്കണം. യൂണിവേഴ്സൽ സീരിയൽ ബസ്. പിന്നെ നോക്കേണ്ടത് VGA, എന്താണ്? വീഡിയോ ഗ്രാഫിക്സ് അറേ. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് VGA പോർട്ട് ഇസ് യൂസ്ഡ് ടു കണക്ട് എ മോണിറ്റർ ഓർ എ പ്രൊജക്ടർ ടു എ കമ്പ്യൂട്ടർ. അതായത് മോണിറ്റർ അല്ലെങ്കിൽ പ്രൊജക്ടർ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടിൻ്റെ പേര് VGA പോർട്ട്. പഠിക്കണം കേട്ടോ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്കേണ്ടത് ഇവിടെ നോക്കിക്കേ, ബൈനറി ഡിജിറ്റ് 1 ബിറ്റ്, 1 നിബിൾ 4 ബിറ്റ്സ്, 1 ബൈറ്റ് 8 ബിറ്റ്സ്, 1 KB 1024 ബൈറ്റ്സ്, 1 MB 1024 KB, 1 GB 1024 MB, 1 TB 1024 GB, 1 PB 1024 TB. ഈ ഒരു ബോക്സിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, നോക്കണം. ഓക്കെ, ഇതിൽ 1 ബൈറ്റ് ഈക്വൽ ടു 8 ബിറ്റ്സും 1 KB ഈക്വൽ ടു 1024 ബൈറ്റ്സും ഒക്കെ നന്നായിട്ട് നോക്കാം. ഇനി നോക്കിക്കേ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മെമ്മറീനെ മെയിൻലി പ്രൈമറി സ്റ്റോറേജ് എന്നും സെക്കൻഡറി സ്റ്റോറേജ് എന്നും തിരിക്കാം. പ്രൈമറി സ്റ്റോറേജിൽ വരുന്നതാണ് റാം, റോം, ക്യാഷ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് ടെമ്പററി ആയിട്ടുള്ള സ്റ്റോറേജ് ആണ്. റാമിൻ്റെ ഫുൾ ഫോം നോക്കാം, റാൻഡം ആക്സസ് മെമ്മറി. റോമിൻ്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, അപ്പോൾ ഈ റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർമനൻറ്റ് മെമ്മറിയാണ് കേട്ടോ. റാം ആണ് മെയിൻ മെമ്മറി, റോം ഒരു പെർമനൻറ്റ് മെമ്മറി എന്ന് ഓർക്കുക. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറിയാണ് എന്ത് പഠിക്കേണ്ടത്? ഇറ്റ്സ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് റാം. അപ്പോൾ ഇതിലത്തെ മെയിൻലിയുള്ള കാര്യങ്ങൾ നോക്കിയേ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം റോമിൻ്റെ ടൈപ്സ് നോക്കാം, റോം, EEPROM, EEPROM. പിന്നെ റാമും റോമും കമ്പാരിസൺ പഠിക്കണം. റാം റോമിനേക്കാൾ ഫാസ്റ്ററാണ്, അപ്പോൾ റോം എന്താണ്? സ്ലോവർ മെമ്മറിയാണ്. റാമിൽ നോക്കിയാൽ ഇറ്റ് സ്റ്റോർസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ വെൻ കമ്പ്യൂട്ടർ ഇസ് ഫങ്ഷനിങ്. കമ്പ്യൂട്ടർ ഫങ്ഷൻ ചെയ്യുമ്പോഴുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പ്രോഗ്രാം, ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് റാമിലാണ്. റോമിൽ എന്താണ്? ഇറ്റ് സ്റ്റോർസ് പ്രോഗ്രാം റിക്വയർഡ് ടു ബൂട്ട് ദ കമ്പ്യൂട്ടർ ഇനീഷ്യലി. അപ്പോൾ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള ആ പ്രോഗ്രാമാണ് റോമിൽ. റാം എന്താണ്? അലൗസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. റോം റീഡ് ഓൺലി എന്ന് പറയുമ്പോൾ ഇറ്റ് യൂഷ്വലി അലൗസ് റീഡിങ്. റാം വോളറ്റൈലാണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈസ് പവർ ഓഫ് ആകുമ്പോൾ അതിലെ കോണ്ടൻസ് പോവും. പക്ഷേ റോം നോൺ വോളറ്റൈലാണ്, കോണ്ടൻസ് പോവില്ല ഡിവൈസ് പവർ ഓഫ് ചെയ്താലും. റാമും റോമും തമ്മിൽ ഡിഫറൻസ് ചോദിക്കാറുണ്ടോ? നോക്കാം, ദേ ചോദിച്ചിട്ടുണ്ട്. കമ്പയർ റാം ആൻഡ് റോം 2024 ക്വസ്റ്റൻ ആണ്, ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം. പിന്നെ നോക്കിയേ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റാം ആൻഡ് റോം 2023 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അത് പഠിക്കേണ്ടതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പഠിക്കുക. ക്യാഷ് മെമ്മറി ഈസ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് റാം. റാമിനെ നമ്മൾ മെയിൻ മെമ്മറി എന്നാണ് പറയുക. പിന്നെ സെക്കൻഡറി ഓർ ഓക്സിലിയറി മെമ്മറി, ഇത് പെർമനൻറ്റ് നേച്ചറിലുള്ള മെമ്മറിയാണ്. ഇതിൽ റാമിലത്തെ പോലെയൊന്നും അല്ല. അതായത് ഡിവൈസ് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ ഡാറ്റ പോവുക, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. റാമിനേക്കാളൊക്കെ വലിയ സൈസിലാണെങ്കിലും സ്ലോവർ മെമ്മറിയാണ് ഇത്. ഓക്കെ, പിന്നെ നോക്കിയേ, ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ വരുന്നതാണ് പല ടൈപ്സ് ഓഫ് സ്റ്റോറേജസ്. അതായത് ഇതിൽ വരുന്നതാണ് സെക്കൻഡറി മെമ്മറിയിൽ വരുന്നതാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്, സെമി കണ്ടക്ടർ സ്റ്റോറേജ്. ഈ മൂന്നും ഇതിൽ വരുന്നതാണ്. മാഗ്നറ്റിക് സ്റ്റോറേജിൽ വരുന്നത് മാഗ്നറ്റിക് ടേപ്പ്, ഹാർഡ് ഡിസ്ക്. ഒപ്റ്റിക്കൽ സ്റ്റോറേജിൽ വരുന്നത് CD, DVD, ബ്ലൂറേ DVD. സെമി കണ്ടക്ടർ സ്റ്റോറേജിൽ വരുന്നത് USB ഫ്ലാഷ് ഡ്രൈവ്, ഫ്ലാഷ് മെമ്മറി കാർഡ്സ് കേട്ടോ. ഇതൊന്ന് നിങ്ങൾ നോക്കണം. നെക്സ്റ്റ് വൺ, ഇൻപുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസ് എന്താണ്? ആൻ ഇൻപുട്ട് ഡിവൈസ് ഇസ് യൂസ് ടു ഫീഡ് ഡേറ്റ ഇൻ ടു കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസിനെ ആണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടത് 5 ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ച് പഠിക്കണം. എസ്സേ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയേ, കീബോർഡ്. കീബോർഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്.
ഇൻപുട്ട് ചെയ്യാനായിട്ട് ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, വേറെ ക്യാരക്ടേഴ്സൊക്കെ ഇൻപുട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതേപോലെ 1986 യു എസ് കീബോർഡിൻ്റെ, അതായത് ആ ഒരു സ്റ്റാൻഡേർഡ് യു എസ് കീബോർഡ് 101 കീസ് ഉള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QWERTY ഡിസൈനാണ്. ഫസ്റ്റ് 6 ലെറ്റേഴ്സ്, അതായത് ഒരു കീബോർഡ് എടുത്താൽ അതിൻ്റെ അപ്പർ ലെഫ്റ്റ് ഹാൻഡ് കോർണറിലുള്ള ഫസ്റ്റ് ആൽഫബറ്റ്സ് QWERTY 6 ആൽഫബറ്റ്സിനെ QWERTY എന്നാണ് പറയുന്നത്. സോ ആ ഒരു ലേഔട്ടിനെയാണ് QWERTY ഡിസൈൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ മൗസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് എ സ്മോൾ ഹാൻഡ് ഹെൽഡ് ഡിവൈസ്. നമ്മുടെ കയ്യിൽ വയ്ക്കാൻ പറ്റുന്ന അല്ലേ, ഹാൻഡ് ഹെൽഡ്, കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് യൂസ് ടു ഇൻഡിക്കേറ്റ് പൊസിഷൻ ഓഫ് എ കഴ്സർ. കഴ്സർ എന്താണ്? കമ്പ്യൂട്ടറിലെ സ്ക്രീനിൽ കാണുന്ന ആരോ മാർക്ക്, അതിൻ്റെ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുക. ഓർ ഇറ്റ്സ് മൂവ്മെൻറ്റ് ഓൺ എ കമ്പ്യൂട്ടർ ഡിസ്പ്ലേ ബൈ റോളിംഗ് ഇറ്റ് ഓവർ എ മൗസ് പാഡ് ഓർ ഫ്ലാറ്റ് സർഫേസ്. നമ്മൾ ഈ മൗസിനെ ഒരു ഫ്ലാറ്റ് സർഫേസിലായിരിക്കും മൂവ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഒരു മൗസ് പാഡിൽ. മൗസിന് ഒന്നോ അതിൽ കൂടുതൽ ബട്ടൺസ് ഉണ്ടാവും, ഒരു സ്ക്രോൾ വീലുണ്ടാവും. സ്ക്രോൾ വീൽ സ്ക്രീൻ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വേർട്ടിക്കലി മൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. പല ടൈപ്സ് ഓഫ് മൗസസ് ഉണ്ട്. ബോൾ, ഒപ്റ്റിക്കൽ, ലേസർ മൗസ്. ഓൾറൈറ്റ്, ഇത്രയും പോയിൻറ്റ്സ് എഴുതാം. പിന്നെ നോക്കേണ്ടതാണ് ലൈറ്റ് പെൻ. ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോയിൻറ്റിംഗ് ഡിവൈസ് ഷേപ്പ് ലൈക്ക് എ പെൻ. ഒരു പെൻ പോലെ ഇരിക്കുന്ന പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. ഇതിൻ്റെ ടിപ്പിൽ അറ്റത്ത് എന്താണ്? ഒരു ലൈറ്റ് സെൻസിറ്റീവ് എലമെൻ്റ് ഉണ്ടാവും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്, കൂടുതൽ ഉപയോഗിക്കുന്നത് എൻജിനീയേഴ്സും ആർട്ടിസ്റ്റുകളും ഫാഷൻ ഡിസൈനേഴ്സും ഒക്കെയാണ്. ഇത് ഡ്രോ ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. നെക്സ്റ്റ് നോക്കാം ടച്ച് സ്ക്രീൻ. ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സിംപ്ലി നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്താൽ മതി. ചില കമ്പ്യൂട്ടേഴ്സിനും ടാബ്ലറ്റ്സിനും സ്മാർട്ട് ഫോൺസിനൊക്കെ ഉണ്ട് ടച്ച് ഡിസ്പ്ലേ സ്ക്രീൻസ് ആണ്. അതേപോലെ തന്നെ ATMസിലും ഇത് കാണാറുണ്ട്. ATM കൗണ്ടേഴ്സിൽ അല്ലേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടച്ചിൻ്റെ ATM മെഷീൻസൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഗ്രാഫിക് ടാബ്ലറ്റ്സ്, ടച്ച് പാഡ്, ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ടച്ച് പാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ കാണുന്ന മൗസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു സർഫേസില്ലേ, ഇതിൽ പിക്ചർ കാണിച്ചിട്ടുണ്ട്, അതാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. ഫിംഗർ ഡ്രാഗ് ചെയ്താൽ മതി, അതാണ്, അങ്ങനെയാണ് അത് ഉപയോഗിക്കുക. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഡിവൈസസിനെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുക. കോമൺ ആയിട്ടുള്ളത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഓക്കെ, നമ്മുടെ മോണിറ്ററിൽ കാണുന്ന സംഭവം. ഓക്കെ, അത് നോക്കാം. പിന്നെ പ്രിൻറ്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് ഓർക്കുക. പിന്നെ പ്രൊജക്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നെക്സ്റ്റ് വൺ ആണ് വേസ്റ്റ്. വേസ്റ്റ് എന്താണ്? റെഫേഴ്സ് ടു ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് നിയറിങ് ദ എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്. അതായത് ചീത്തയാവാൻ പോകുന്ന, അവരുടെ യൂസ്ഫുൾ ലൈഫിൽ തീരാറായി നിൽക്കുന്ന പ്രൊഡക്ട്സാണ് വേസ്റ്റ്. അതെന്തൊക്കെയാണ്? ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, ഓഫീസ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് ഡിവൈസ്, മൊബൈൽ ഫോൺസ്, TV സെറ്റ്സ്, റെഫ്രിജറേറ്റേഴ്സ് ഒക്കെ ഇതിൽ വരും. വേസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റീയൂസ്, ഇൻസിനറേഷൻ, റീസൈക്ലിംഗ്, ലാൻഡ് ഫില്ലിംഗ്. റീയൂസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് യൂസ് ആണ്, ഒരു പ്രൊഡക്റ്റ് മോഡിഫൈ ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് എല്ലാം കത്തിക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഹൈ ടെമ്പറേച്ചറിൽ സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്ന കത്തിക്കുന്ന മെഷീനിലിട്ട് കത്തിക്കുന്നതാണ് ഇൻസിനറേഷൻ. അതിനെ ഓർക്കാൻ ബേണിംഗ് എന്ന് ഓർത്താൽ മതി. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ പഴയ പ്രൊഡക്ട്സിൽ നിന്ന് പുതിയ പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കുഴിച്ചിടുന്നു, ഇതാണ് ലാൻഡ് ഫില്ലിംഗ്. ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് വേസ്റ്റ്? കണ്ട് വേസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഇനി 4 മെത്തേഡ്സ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ. ഇത് essay ചോദിച്ചേക്കുന്നതാണ് 2024. അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഒരു ഗ്രീൻ IT. സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ഓഫ് എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ കമ്പ്യൂട്ടിംഗ് ഓർ IT. ഇതാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. അതായത് ഇത്രയേ ഉള്ളൂ. ഡിസൈനിങ്, മാനുഫാക്ചറിങ്, യൂസിങ്, ഡിസ്പോസിങ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് കോമ്പണൻറ്റ്സ്. എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ കോമ്പണൻറ്റ്സ്? മോണിറ്റേഴ്സ്, പ്രിൻറ്റേഴ്സ്, സ്റ്റോറേജ് ഡിവൈസസ്. ഇതെല്ലാനും എൻവയോൺമെൻറ്റിന് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നു. ഇതിനെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയാൻ ചോദിച്ചിട്ടുണ്ട്, ഈ അടുത്തും ചോദിച്ചാണ്. ഈ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ 4 അപ്രോച്ചസും ചോദിക്കാറുണ്ട്. ഗ്രീൻ ഡിസൈൻ, ഗ്രീൻ മാനുഫാക്ചറിങ്, ഗ്രീൻ യൂസ്, ഗ്രീൻ ഡിസ്പോസൽ. ഗ്രീൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എനർജി എഫിഷ്യൻറ്റ്, ഇക്കോ ഫ്രണ്ട്ലി കമ്പ്യൂട്ടേഴ്സും പ്രിൻറ്റേഴ്സും സെർവേഴ്സും ഒക്കെ ഡിസൈൻ ചെയ്യുന്നു, അതാണ് ഗ്രീൻ ഡിസൈൻ. ഗ്രീൻ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടറൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ വേസ്റ്റ് കുറച്ച് വേണം ചെയ്യാൻ. ഗ്രീൻ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം എന്താണ്
ഇലക്ട്രിസിറ്റി യൂസ് കുറയ്ക്കുക. ഈ കമ്പ്യൂട്ടറും ഈ ഡിവൈസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി യൂസ് മിനിമൈസ് ചെയ്യുക. ഗ്രീൻ ഡിസ്പോസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് കമ്പ്യൂട്ടേഴ്സിനെ ഒന്നുകൂടെ റീകൺസ്ട്രക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഈ പറയുന്ന പോലെ യൂസ്ഡ് കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യണം? റീകൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്പോസിങ് ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് റീസൈക്ലിംഗ് ചെയ്യുക. അതാണ് ഗ്രീൻ ഡിസ്പോസലിൻ്റെ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഗ്രീൻ IT വരുന്ന 4 അപ്രോച്ചസ്. നെക്സ്റ്റ് വൺ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എന്താണ്? നമ്മൾ ആദ്യം ഹാർഡ്വെയർ എന്നാണ് തുടങ്ങിയത്. 2 കോമ്പണൻറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ് ഹാർഡ്വെയർ എന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ടേം. എന്താണ് സംഭവം? എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ഹെൽപ്പ് ആസ് ടു യൂസ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസസ് എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം ബാക്കിയുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മളിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുക. 2 ടൈപ്സാണ്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഓക്കെ, യെസ്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്? സെറ്റ് ഓഫ് 1 or more പ്രോഗ്രാംസ് ഡിസൈൻ ടു കൺട്രോൾ ഓപ്പറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. ഒന്നോ അതിലധികമോ പ്രോഗ്രാംസിൻ്റെ ഒരു സെറ്റാണ് കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ്. ജനറൽ പ്രോഗ്രാംസ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് ഹ്യൂമൻസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിൽ 3 കോമ്പണൻറ്റ്സ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമും അതിൻ്റെ ഫങ്ഷൻസുമാണ്. വാട്ട് ഈസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? Operating system is a set of programs that acts as an interface between user and computer hardware. ഈ ഒരു ഇത് പഠിക്കണം. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ആക്ട്സ് ആസ് എൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പഠിക്കണം. പിന്നെ പഠിക്കേണ്ടത് ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ ഓപ്പറേഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. അത് പഠിക്കണം. ഇറ്റ് ആക്ട്സ് ആസ് റിസോഴ്സ് മാനേജർ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്നുള്ളതും പഠിക്കണം. ഈ 3 പോയിൻറ്റ്സും പഠിക്കാം. പിന്നെ നോക്കിയേ, ലാസ്റ്റ് ഒരു ഈസി പോയിന്റും കൂടി ഉണ്ട്. ഇറ്റ് ട്രൈസ് ടു പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് ഇംപ്രോപ്പർ യൂസ് ഓഫ് കമ്പ്യൂട്ടർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ് ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് മേജർ ഫങ്ഷൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്തൊക്കെയാണ്? പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്. എസ് ചോദിക്കുന്നതാണ്, പഠിക്കണം. പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് വി മീൻ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ അതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് കെയർ ഓഫ് അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഓഫ് പ്രോസസ്സസ്. നെക്സ്റ്റ് വൺ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മാനേജസ് പ്രൈമറി മെമ്മറി. ഫയൽ മാനേജ്മെൻറ്റ് എന്താ ചെയ്യുന്നത്? ടേക്ക് കെയർ ഓഫ് ഫയൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഫ് ഡിവൈസസ് അറ്റാച്ച് ടു കമ്പ്യൂട്ടർ. പിന്നെ ഒരു കാര്യം ഓർക്കുക, വേരിയസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചോദിക്കാറുണ്ട്. TOS, വിൻഡോസ്, യുണിക്സ്, ലിനക്സ്, മാക് OS. ഇതൊക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൻ്റെ എക്സാമ്പിൾസ് ആണ് പഠിക്കണം. 2024 ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 4 മേജർ ഫങ്ഷൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നോക്കിയേ, ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും അത് പഠിക്കാം. നെക്സ്റ്റ് വൺ ആണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് നന്നായിട്ട് ശ്രദ്ധിക്കാം. നോക്കാം, കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ നമുക്ക് ബ്രോഡ്ലി ലോ ലെവൽ ലാംഗ്വേജിനും ഹൈ ലെവൽ ലാംഗ്വേജിനും തിരിക്കാം. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, പിന്നെ മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾസ് ആണ്. അത് ഇത്രയും നോക്കിയാൽ മതി. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ചില സിഗ്നൽസ് ആണ്. അതായത് 1ഉം 0ഉം ആയിരിക്കും. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് 1ഉം 0ഉം ആണ്. അങ്ങനത്തെ, അതായത് ബൈനറി ഡിജിറ്റ്സ് എന്ന് പറയും, 0, 1 എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും. അപ്പോൾ മെഷീൻ ലാംഗ്വേജിലൊക്കെ ഒരു പ്രോഗ്രാം എഴുതാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം എന്താ? 0, 1, 0, 1 മാത്രമേ ഉള്ളൂ. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് അതിൽ നിമോണിക്സ് ആണ്. ഇപ്പോൾ നോക്കിയാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ADD, അഡീഷൻ, ADD, SUB, സബ്ട്രാക്ഷൻ, SUB എന്നൊക്കെ ആയിരിക്കും കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ പോലെയാണ്. അസംബ്ലി ലാംഗ്വേജിനേക്കാളും മനസ്സിലാവാൻ ഈസിയാണ്. അതേപോലെ മെഷീൻ ലാംഗ്വേജിനേക്കാളും ഒബ്വിയസ്ലി മനസ്സിലാവാൻ എളുപ്പം ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഇത് പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടർ പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞാൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്താൽ, അതായത് 0, 1, 0, 1ലേക്ക് കൺവേർട്ട് ചെയ്താലാണ് കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവുള്ളൂ.
അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്, അതായത് കമ്പൈലർ, ഇൻ്റർപ്രറ്റർ, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ അസംബ്ലി ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജസിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അങ്ങനെ പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിക്കേ, അസംബ്ലർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സറിൽ ഓർക്കേണ്ടത് അസംബ്ലർ, ഇൻ്റർപ്രറ്റർ, കമ്പൈലർ. അസംബ്ലർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റിംഗ് പ്രോഗ്രാം കോഡ് റിട്ടൺ ഇൻ അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയേക്കുന്നതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത് അസംബ്ലർ. മനസ്സിലായോ? ഇൻ്റർപ്രറ്റർ എന്താണെന്ന് വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ലൈൻ ബൈ ലൈൻ കൺവേർട്ട് ചെയ്യുന്നത് ഇൻ്റർപ്രറ്റർ. കമ്പൈലർ നോക്കിയേ, ഇത് സെയിം തന്നെ, ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ഒരൊറ്റ സിംഗിൾ റണ്ണിൽ തന്നെ എൻറ്റയർ പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കമ്പൈലർ. ഈ മൂന്നെണ്ണവും പഠിക്കാം. അസംബ്ലി ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത് അസംബ്ലർ, ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ലൈൻ ബൈ ലൈൻ മാറ്റുന്ന ഇൻ്റർപ്രറ്റർ, അതേപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ഒരൊറ്റ സിംഗിൾ റണ്ണിലെല്ലാം മാറ്റുന്നത് കമ്പൈലർ. പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. റൈറ്റ് ഡൗൺ എനി 4 functions of operating system. Explain the 3 types of language processes. 2023 ക്വസ്റ്റൻ ആണ്. 4 functions of operating system ദാ ഈ പോയിന്റ്സ്: പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു 3 types of language processes ചോദിച്ചാൽ അസംബ്ലർ, ഇൻ്റർപ്രറ്റർ, കമ്പൈലർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അതായത് ഫ്രീഡം ടു യൂസ്, ഫ്രീഡം ടു കോപ്പി, ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട്, എക്സാമിൻ, ചേഞ്ച് ആൻഡ് ഇംപ്രൂവ് സോഫ്റ്റ്വെയർ. ഇത്രയും കാര്യങ്ങൾക്ക് ഫ്രീഡം കൊടുക്കുന്നത്, യൂസറിന് ഫ്രീഡം കൊടുക്കുന്നതാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓക്കെ, ടോട്ടലി 4 ഫ്രീഡംസ് ഉണ്ട്. ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3. ഫ്രീഡം 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീഡം ടു റൺ പ്രോഗ്രാം. ഫ്രീഡം 1 എന്ന് പറഞ്ഞാൽ ഫ്രീഡം ടു സ്റ്റഡി ഹൗ പ്രോഗ്രാം വർക്ക്സ്. ഫ്രീഡം 2 എന്ന് പറഞ്ഞാൽ ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ്. ഫ്രീഡം 3 ഫ്രീഡം ടു ഇംപ്രൂവ് ദ പ്രോഗ്രാം. ഓക്കെ, സോ ഇത് ഈസിയാണ്, എന്തായാലും പഠിക്കണം. ക്വസ്റ്റ്യൻ എന്താണ്? 4 ഫ്രീഡംസ് ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇനി ഒരു കമ്പാരിസൺ നോക്കിയാൽ ഫ്രീ വെയറും ഷെയർ വെയറും. ഈസിയാണ്. ഫ്രീ വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ആണ്. അത് ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഷെയർ വെയർ അങ്ങനെയല്ല. സോഫ്റ്റ്വെയർ ട്രൈ ചെയ്യാനായിട്ട് ഒരു ചാൻസ് ബയറിന് കൊടുക്കുള്ളൂ. ഫ്രീ വെയറിലെ എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്. ഷെയർ വെയറിലെ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആവില്ല. അത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം, അതായത് ആ ഫീച്ചേഴ്സ്, ആ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസർ ആദ്യം അത് പർച്ചേസ് ചെയ്യണം, മേടിക്കണം. ഫ്രീ വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷേ ഷെയർ വെയറും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ചില കേസസിൽ പെർമിഷൻ വേണം അതിൻ്റെ ക്രിയേറ്ററിൻ്റെ. നെക്സ്റ്റ് വണ്ണാണ് പ്രിപ്പറേറ്ററി സോഫ്റ്റ്വെയർ. ഇത്രയേ ഉള്ളൂ. അത് ആ ഡെവലപ്പറിൻ്റെ പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പബ്ലിഷറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് കോപ്പി ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതിൻ്റെതായ ലൈസൻസിങ് എഗ്രിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, MS ഓഫീസ്, മാക് OS, ഇതെല്ലാം ആ ഡെവലപ്പറിൻ്റെ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി. അങ്ങനത്തെ സോഫ്റ്റ്വെയർസിനെയാണ് പ്രിപ്പറേറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയാം. നെക്സ്റ്റ് വണ്ണാണ് ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ. ഹ്യൂമൻ വെയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഹ്യൂമൻസിനെയാണ് ഹ്യൂമൻ വെയർ അല്ലെങ്കിൽ ലൈവ് വെയർ എന്ന് പറയാം. ഓക്കെ, അതായത് ഇറ്റ് റെഫേഴ്സ് ടു പ്രോഗ്രാമേഴ്സ്, സിസ്റ്റം അനാലിസ്റ്റ്, ഓപ്പറേറ്റിംഗ് സ്റ്റാഫ്സ് ആൻഡ് അതർ പേഴ്സണൽ വർക്കിംഗ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകളെ പറയുന്നു. അതിനാണ് ഒരു നല്ല ഭംഗിയുള്ള 2 പേരുകൾ, ഹ്യൂമൻ വെയർ, ലൈവ് വെയർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിച്ച് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.